പറ്റിയില്ല. അത്രയ്ക്ക് ദയനീയ അവസ്ഥയാണ്. കുഴി എടുത്തിട്ടും കൂടി അവർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിലെന്തോ കുഴപ്പമില്ല. അമ്മ പേടിച്ച് ഓരോ ഓടി ഇവരെ പേടിച്ച്. അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് അമ്മ അണ്ടേ ബസ്സിൽ പോയാണ് ഞങ്ങളെ വളർത്തിയത്. അമ്മയ്ക്ക് ഒരു കൂട്ട് വേണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അയൽവാസിയായ പ്രിയംവദയെ വിനോദ് കൊന്നു കുഴിച്ചിട്ട് ആരും നടുങ്ങിപ്പോകുന്ന ഒരു വാർത്ത. വിനോദിന് അത്രയ്ക്ക് പക ആ ശരീരത്തോട് ഉണ്ടായിരുന്നു. പ്രിയംവദയെ കൊലപ്പെടുത്തുന്നു. ആ ശരീരം ദിവസങ്ങളോളം അയാൾ ഉറങ്ങുന്ന കട്ടിലിനടിയിൽ സൂക്ഷിക്കുന്നു. ആ കട്ടിലിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ അയാൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നു. ഒരു രാത്രിയിൽ ആ ചീഞ്ഞളിഞ്ഞ മൃതശരീരം അയാളുടെ വീടിനോട് ചേർന്ന് കുഴിച്ചിടുന്നു. എത്ര ക്രൂരനും ചെയ്യാൻ മടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് വിനോദ് ആ രാത്രിയിൽ നടപ്പിലാക്കിയത്. എന്തിനായിരുന്നു അയാൾക്ക് പ്രിയംവദയോട് ഇത്ര പക? വിനോദും പ്രിയംവദയും തമ്മിലുള്ള ബന്ധം വഴിവിട്ടതായിരുന്നു. പ്രിയംവദയുടെ പെൺമക്കൾ ആ വെളിപ്പെടുത്തൽ നടത്തി. നിങ്ങളുടെ അമ്മയുടെ അനിയത്തിയല്ലേ? എന്റെ അമ്മയുടെ അനിയത്തിയാണ്. അനിയത്തി താമസിക്കുന്നത് ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ഇത് ഞങ്ങളുടെ വീടാണ്. ഞാനും എന്റെ അമ്മയാണ് ഇവിടെ ഉള്ളത്. ഇളയമ്മ മരിച്ചുപോയ ഇളയമ്മ താമസിക്കുന്നത് ഈ വീടാണ്. അപ്പൊ എല്ലാ കാര്യവും ഇളയമ്മയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. എല്ലാം കൃത്യമായിട്ട് അറിയാം. കാരണം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ തമ്മിലുള്ള അത്ര കോണ്ടാക്റ്റ് ഉള്ള ബന്ധമുള്ള ഒരാളാണ് ഇളയമ്മ. സ്വന്തം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇത്രയും അടുത്തിരിക്കുകയല്ലേ. നമ്മൾ അറിയാത്തതായിട്ട് ഇളയമ്മയുടെ ലൈഫിൽ ഒന്നും നടക്കില്ല. അപ്പൊ നിങ്ങളുടെ അമ്മയുടെ ചേട്ടത്തി തൊട്ടിട്ട് താമസിക്കുന്ന അനിയത്തി അവിടെ താമസിക്കുന്നു. എന്ത് ജോലി? പ്രിയമത അണ്ടി ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്നു. തേങ്ങാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് പോയിക്കൊണ്ടിരുന്നത്. തൊട്ടപ്പുറത്തുള്ള വീടാണ് മറ്റേ പ്രതിയുടെ അല്ലേ? പ്രതിയുടെ ഈ കോമ്പൗണ്ടിന്റെ അകത്ത് കാണുന്ന വീടാണ്. ഇത് രണ്ടും അവരുടെ വീടാണ്. ഇവിടെ അവരുടെ ആ പ്രതിയുടെ അമ്മായിയമ്മ താമസിക്കുന്നു, അവിടെ പ്രതി താമസിക്കുന്നു. ഇവൻ ഇവിടെ എങ്ങനെ വന്ന് വരാനുള്ള സാധ്യത? നിങ്ങളോട്ട് എങ്ങനെ അടുപ്പുണ്ട്? വിനോദും പിന്നെ ഞങ്ങളായിട്ട് അത്ര ബന്ധമുള്ള ഒരാളൊന്നുമല്ല. അത്ര ഒരു ഫ്രണ്ട്ലി മൈൻഡ് ഒരു അയൽവാസിയായിട്ട് എടുക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയല്ല. ജസ്റ്റ് എന്തെങ്കിലും കാണുമ്പോഴത്തേക്കും ഒന്നും മിണ്ടും. പിന്നെ ഒരു ഏണിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും ഇല്ല. വിനോദുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല. ഇളയമ്മയും വിനോദുമായിട്ട് ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളും ഈ മരത്തിന്റെ ഇലകളൊക്കെ വഴി നിന്ന് വീഴുന്നു, ഇത് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള തർക്കങ്ങളൊക്കെ കുറച്ച് ഒരു 2-3 ആഴ്ചക്കൊക്കെ ഉണ്ടായി. ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ അറിവിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ഇളയമ്മ എത്രയും ക്രൂരമായിട്ട് കൊല്ലും എന്നുള്ളതൊന്നും. അയാളുമായിട്ട് ഒരു പണ ഇടപാടോ അങ്ങനെ തെറ്റായ രീതിയിലുള്ള ഒരു ബന്ധമോ ഒന്നുമില്ല. ടോട്ടലി നമ്മളിപ്പോൾ ആലോചിച്ചപ്പോഴത്തേക്കും ഇളയമ്മ വശീകരിച്ചിട്ട് വീഴാത്തതിൻ്റെ പേരിലുള്ള വ്യക്തി വൈരാഗ്യം അതാണോ ഇനി നടക്കുന്നുണ്ടായിരിക്കും. 100% ഉണ്ടായിരിക്കാം. വഴങ്ങി കൊടുക്കാത്തതിന്റെ പേരിൽ ഇത് ചെയ്തതാണോ? പിന്നെ ഇളയമ്മയുടെ കഴുത്തിന് 3 പവന്റെ മാല ഉണ്ടായിരുന്നു. അത് കുടുംബമൊക്കെ ഉള്ളതാണ്. വൈഫ് ഗൾഫിലാണ്. 2 കുട്ടികൾ ഇവിടെ ഉണ്ട്. എന്റെ അമ്മയുടെ മുഖം പോലും കിട്ടാത്ത അവസ്ഥയിലാക്കി. ഞങ്ങൾ ഇന്നലെ മുഖം പോലും കണ്ടില്ല. എന്റെ അമ്മയുടെ കാണാൻ പോലും തന്നില്ല. അത്രയ്ക്ക് ദയനീയ അവസ്ഥയാക്കിയിരിക്കുന്നു. അവന്റെ അമ്മയെ കൂടെ ഇത്ര ദിവസം ആ വീട്ടിനകത്ത് അടച്ചിട്ട് തുടങ്ങിയത് അമ്മായിട്ടില്ലെന്നാണ്. കാരണം അമ്മയെ വഴി നടക്കാൻ സമ്മതിച്ചില്ലെന്ന് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. അവരുമായിട്ട് ഭയങ്കര ഇതിനു മുന്നേയൊക്കെ വഴക്കുണ്ടായിട്ടുണ്ട്. അവരിങ്ങനെ പറയണതിൽ എന്തോ കുഴപ്പമുണ്ട്. അത് ഒരു വീട്ടിലാണ് നടന്ന സംഭവം. കാരണം അവര് തൊട്ടടുത്ത് മതിലാണ് രണ്ടും. അവര് വന്നും പോയി നിൽക്കുകയാണ്. അവന്റെ അടുത്ത് മിണ്ടാതൊന്നും അവരിയ്ക്കൂല. കാരണം അവിടെ ഉള്ളതാണ്. ഇത്രയും കുഴി എടുത്തിട്ടും കൂടി അവർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിലെന്തോ കുഴപ്പമുണ്ട്. നമുക്ക് നല്ല ഡൗട്ടുണ്ട്. നിങ്ങൾ സ്പോട്ടിൽ പോയിരുന്നോ? കുഴിച്ചിട്ട സ്ഥലത്തേക്ക് പോലും പോയിരുന്നോ? ഇല്ല, പോയില്ല. കാണാനുള്ള ശക്തിയില്ല അല്ലേ? അമ്മയെ കണ്ടായിരുന്നോ? അമ്മയുടെ ബോഡി കണ്ടായിരുന്നോ? കാണാൻ പറ്റിയില്ല. മുഖം പോലും കാണാൻ പറ്റിയില്ല. ശ്മശാനത്തിൽ പോയിരുന്നു. അത്രയ്ക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലാക്കി കളഞ്ഞു. അത്രയും വികൃതമായി കഴിഞ്ഞല്ലേ? അമ്മ അവസാനമായിട്ടൊന്നും കാണാൻ പോലും പറ്റിയില്ല നമുക്ക്. അമ്മ അവസാനമായിട്ട് എപ്പോഴാണ് കാണുന്നത്? ലാസ്റ്റ് കഴിഞ്ഞ ഞായറാഴ്ച എന്തോ ആണ് കണ്ടത്. എന്നും വിളിക്കും. 2 ആഴ്ച എന്നും വിളിക്കോ? എന്നും വിളിക്കും. അവസാനമായിട്ട് എന്ത് വിളിച്ചു പറഞ്ഞത്? 11-ാം തീയതി വൈകിട്ട് വിളിച്ച് PF-ന്റെ കാര്യം ചോദിച്ചായിരുന്നു എന്റെ അടുത്ത്. അതാണ് അവസാനം അത്രയും തന്നെ സംസാരിച്ചു. അങ്ങ് പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. പിന്നെ അമ്മയെ കാണുന്നത് ഈ രൂപത്തിലല്ലേ? നമ്മൾ അന്വേഷിച്ചു. 23 വർഷമായി അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയിട്ട്. ആ നിമിഷം തൊട്ടേ അമ്മ, അതിനു മുൻപേ 14 വയസ്സിലെ അണ്ടി ബസ്സിൽ പോകാൻ തുടങ്ങിയതാണ് എന്റെ അമ്മ. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ 23 വർഷം രണ്ടുപേരെ അല്ലേ? കഷ്ടപ്പാട് നന്നായിട്ട് അറിഞ്ഞ കുട്ടികളാ.
അതിനുശേഷം ആ അമ്മയാണ് സ്നേഹം തന്ന് വളർത്തിയേക്കുന്നത്. നമ്മളെന്നും വൈകിട്ട് വിളിക്കാറുണ്ടായിരുന്നു, രാവിലെ ഒന്നും വിളിക്കൂല. കമ്പനി പോകുമ്പോഴാണെങ്കിൽ പിന്നെ അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ടാണ് വൈകിട്ട് വിളിക്കുന്നത്. അപ്പോൾ അന്നേ ദിവസം നൈറ്റ് ഞാൻ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ അണ്ണനെ വിളിച്ച് ചോദിച്ചു, അമ്മ വന്നില്ല അണ്ണ, ഇത്രയും നേരമായിട്ട് സ്വിച്ച് ഓഫ് ആണല്ലോ. അപ്പോൾ അണ്ണൻ പറഞ്ഞു രാവിലെ തൊട്ടേ സ്വിച്ച് ഓഫ് ആണ്, വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തൊട്ടാണ് അന്വേഷിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ അവളെ വിളിച്ച് പറഞ്ഞപ്പോൾ അവൾ അനിയനെയും കൂട്ടി വന്ന് അമ്മയുടെ കമ്പനി പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടില്ല, അന്നേ ദിവസം പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ കഥകൊക്കെ പൂട്ടി അമ്മയുടെ നമ്മൾ അപ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്കിൽ പോയി കഥക് ചവിട്ടി തുറന്നായിരുന്നു. തുറന്നപ്പോൾ അവിടെ അമ്മയുടെ ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, എല്ലാ ഡീറ്റെയിൽസും പ്രൂഫൊക്കെ കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ എങ്ങും പോകൂല. പോണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മയുടെ നിങ്ങളുടെ വീട്ടിൽ തൊട്ടപ്പുറത്ത് ആ വീട്ടിൽ വിനോദ് താമസിക്കുന്നത്? ഇല്ല, സംശയമില്ലായിരുന്നു. അങ്ങനെ സംശയിക്കാൻ തക്കതായിട്ടുള്ള ഒരു ഇതും ഇല്ലായിരുന്നു. അങ്ങനെ പ്രതികാരം ചെയ്യുന്നൊന്നും അറിഞ്ഞൂടെയായിരുന്നു. ഈ ചീമപ്പിലാവിൽ നിന്ന് അമ്മ അവിടെ ഇട്ട് തീ ഇട്ടപ്പോൾ വിനോദ് എന്ന് പറയുന്ന പ്രതിയാണെങ്കിൽ പറഞ്ഞിരുന്നു, ഇവിടെ ഇട്ട് തീ ഇടാതെ എൻ്റെ ചീമച്ചക്കെല്ലാം കരിയും, ഇവിടെ കൂടെ നിന്നെ അധിക ദിവസം നടക്കാൻ സമ്മതിക്കില്ലെന്നൊക്കെ കുറെ പറഞ്ഞെന്ന്. ഈ അമ്മയെ കാണാതാവണ 2 ദിവസത്തിന് മുമ്പ് പ്രശ്നമായിരുന്നു അവർ തമ്മിൽ. അമ്മയ്ക്ക് അവനെ കണ്ണെടുത്താൽ കണ്ടിട്ട് അമ്മയ്ക്ക് അവന്റെ പേര് പോലും അറിയില്ല വിനോദാണെന്ന്. അല്ല, ഈ വിനോദിന് എത്ര ശത്രുത എന്നുള്ള കാര്യം എന്തായിരിക്കും? ഒരു കേസ് ഉണ്ടായിരുന്നു, അവരുടെ അമ്മായി ഓൾറെഡി അമ്മയെ കുറിച്ച് അപരാധം പറയാറുണ്ട്. അതായത് ഈ വിനോദുമായിട്ട് റിലേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും വഴി നടക്കാൻ സമ്മതിക്കില്ല എന്ന് അമ്മ വന്ന് നമ്മളെ അടുത്ത് പരാതി പറഞ്ഞു. ആദ്യം വിനോദിന് ശരിക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നു? ഇല്ല അവര് ഇല്ല അവര് നേരെ ഇങ്ങ് മുകളിലോട്ട് കയറി വരണോണ്ട് ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. പക്ഷെ അങ്ങനെ കയറി പോണത് അങ്ങ് മുകളിലോട്ടാണെന്ന് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യയ്ക്ക് തെളിവ് സഹിതം കിട്ടി. അങ്ങ് മുകളിലൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ട്, അവിടെ പോയി അടിയൊക്കെ കൊടുത്തു അവളുടെ ഭാര്യ അവന്റെ. അങ്ങനെ പ്രശ്നമായാണ് അവര് ഇവിടെ നിന്ന് പോയത്. പോയതിനു ശേഷം ഇവരാണെങ്കിൽ പിന്നെ എന്റെ അമ്മയെ റോഡ് നീളെ വഴക്ക് പറയുകയും അമ്മ പേടിച്ച് ഓരോ ദിവസം ഓടി, ഇവരെ പേടിച്ച് എന്തൊക്കെയോ തെറി വിളിക്കുകയൊക്കെ ചെയ്തു അപരാധം പറഞ്ഞിട്ട്. അപ്പൊ അമ്മ ഓടി വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ വഴി നടക്കാൻ സമ്മതിക്കണില്ല, എനിക്ക് സത്യമായിട്ട് സങ്കടം വരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. എന്തായാലും പക മനസ്സിൽ സൂക്ഷിക്കുന്ന ആളായിരുന്നു അല്ലേ? അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ ഇല്ല അങ്ങനെ അമ്മയ്ക്ക് അങ്ങയുടെ പേര് പോലും അറിയില്ലായിരുന്നു. വിനോദ് എന്ന് പറയുന്ന ആ പ്രതിയുടെ പേര് പോലും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്തുണ്ടെങ്കിലും ഞങ്ങളടുത്ത് അമ്മ പറയുമായിരുന്നു. അങ്ങനെ ഒന്നും മറച്ചു വെക്കില്ല. എൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ അണ്ണൻ്റെ അടുത്തെങ്കിലും പറയും, അടുത്ത് കിടക്കണോണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അമ്മയെ പറ്റി അന്വേഷിക്കുമ്പോഴും അമ്മ അയാളുടെ കട്ടിന്റെ കീഴ്ത്ത് കിടക്കുക, ജീവനറ്റ ശരീരം അല്ലേ? ഞങ്ങളടുത്ത് പറഞ്ഞില്ല, പിന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത് രാത്രി ആയതോടെ. രാവിലെ മുതൽ അമ്മ തേടിക്കൊണ്ട് നടക്കായിരുന്നു. ഇവിടെ ഉള്ള CCTV എല്ലാം പരിശോധിച്ചു. അവിടെ കുമാർ ടെക്സ്റ്റൈൽസില് CCTV അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അമ്മ ഇന്നും ഇറങ്ങണത് കമ്പനിയിൽ നിന്ന് 7 മണി 7:30 അമ്മ ഇവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ പോയിട്ടുണ്ടാവും എന്നാ വിചാരിച്ചത്. പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള CCTVയിലൊന്നും അമ്മയില്ല. അപ്പൊ നമുക്ക് ഡൗട്ട് തോന്നി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ കൊണ്ട് കേസ് കൊടുത്ത് നമ്മൾ ഒരുപാട് വട്ടം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ തപ്പിയതിൽ ലാസ്റ്റ് കോളൊക്കെ നമ്മളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പോഴും വിനോദിൽ നിങ്ങൾക്ക് സംശയം വരുന്നില്ല? വിനോദ് വളരെ കൂളായിട്ട് നിൽക്കും. അതെ, ഇവിടെ നമ്മൾ പോകുന്ന അടുത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ വെക്കിന്ന്. കാരണം അണ്ണന്റെ അടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തായി ഡീറ്റെയിൽസ് വല്ലതും കിട്ടിയോ. പിന്നെ പിറ്റേന്ന് ഈ സംഭവം നടക്കുന്നതിന് പിറ്റേന്ന് ഇതിന്റെ മേളിൽ കയറി ഇരുന്നോണ്ട് അണ്ണന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിഞ്ഞോ, അത് എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെ ഒരുപാട് വട്ടം ചോദിച്ചു. നമുക്ക് ആ അന്വേഷണത്തിലൊക്കെ നിൽക്കുവാണ്. നമ്മളെ വെക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നത് അതല്ല, നിങ്ങളുടെ അന്വേഷണമൊക്കെ ചോദിച്ച് വിനോദ് കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമ്മ ഇല്ലാത്ത ലോകത്തിന് ജീവിക്കാൻ പോകല്ലേ? അച്ഛനും പോയി ആരുമില്ല ഞങ്ങൾക്ക്. ഞങ്ങളൊരു പാവപ്പെട്ട കുടുംബത്തിലുള്ളതാണ്, ഞങ്ങൾക്ക് ആരുമില്ല. അമ്മയും കൂടെ ഇല്ലെന്ന് പറയാൻ നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മ ഇല്ലെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് അമ്മ അണ്ടേപ്പിസിൽ പോയാണ് ഞങ്ങളെ വളർത്തിയത്. അത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മ ഇല്ലെന്ന് പറയാൻ പോലും. എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ വേറെ ഒരു തെറ്റും ചെയ്യൂല. എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ മുതൽ അമ്മ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. ആർക്കും പൈസ അങ്ങനെ ഒന്നും കടമൊന്നും കൊടുക്കണ വ്യക്തിയല്ല അമ്മ. അത് അന്നൊരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അമ്മയുടെ കയ്യിലെ പൈസ ഇല്ലാന്ന്, അതുകൊണ്ട് ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ അമ്മ എന്നും പോകും. എന്റെ അമ്മയുടെ കഴുത്തിൽ മാല ഉണ്ടായിരുന്നു, 3 പവന്റെ മാലയും കാപ്പന്റെ ചുട്ടി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നും ഇപ്പൊ കാണാനില്ല. സ്വർണത്തിന് വേണ്ടിയാണോ അത് ചെയ്തത്? അതാ അമ്മയുടെ ഫോണും. നിങ്ങൾക്ക് വേണ്ടി അമ്മ ഒരു ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടു, പക്ഷെ അമ്മ സന്തോഷിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അല്ലേ? സന്തോഷിക്കാൻ വേണ്ടി നിന്ന് PF പൈസ വാങ്ങി ആർക്കെങ്കിലും പലിശയ്ക്ക് കൊടുത്തിട്ട് തൊഴിലുറപ്പിന് മാത്രം പോയിട്ട് ജീവിക്കാന്ന് വിചാരിച്ച് നിന്നത് വർഷങ്ങളോളം കൊണ്ട്
കമ്പനി പോണോണ്ട് നിർത്താന്ന് വിചാരിച്ചോണ്ട് നിന്നത്. അമ്മയ്ക്ക് അവിഹിത ബന്ധമുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് വന്നത് അല്ലേ? അതൊക്കെ തെറ്റായ കാര്യമാണ്. അമ്മ അങ്ങനെ ആർക്കും കടം വിനോദമായിട്ട് കൊടുക്കുന്നില്ല. ഇല്ലീഗൽ ബന്ധമുണ്ടെന്ന് ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. അവന്റെ പേര് പോലും അമ്മയ്ക്ക് അറിയില്ല. ഇത്ര അടുത്തുണ്ടായിരുന്നാലും അമ്മ പറയുന്നത് വെച്ചാൽ ഇവനല്ലാതെ വേറെ ആരെയും കിട്ടൂലേ എന്നാ ചോദിക്കുന്നത്. നമ്മളന്ന് അന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെ അമ്മ കേസ് കൊടുക്കാൻ നമ്മളെ കൂടെ വരൂലായിരുന്നു, ഉറപ്പായിട്ടും വരൂലായിരുന്നു. കാരണം അന്ന് അയാൾക്ക് 5 വയസ്സുള്ള വീട്ടിൽ അച്ഛൻ മരിക്കുന്നത് അതിനുശേഷം വേറൊരു വിവാദപ്പെട്ട് ഇല്ല ഇല്ല, നമ്മൾ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടും കൂടെ അമ്മയ്ക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞേ. നമുക്ക് ഉറപ്പായിരുന്നു വേണമെങ്കിൽ അമ്മയ്ക്ക് ഒരു കൂട്ട് വേണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ 5 വയസ്സൊക്കെ അമ്മ ഇയാൾക്ക് 5 വയസ്സുള്ള അമ്മയ്ക്ക് നല്ല പ്രായമാണ്, വേണമെങ്കിൽ കല്യാണം കഴിച്ച് പോകാറുണ്ട്. നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കണതാണ് ഇഷ്ടമെന്നാ പറഞ്ഞത്. അപ്പൊ അന്ന് മുതലേ കമ്പനി പോകുന്നുണ്ട്, കറക്റ്റ് അമ്മയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവര് ഹാപ്പി ആയിരുന്നു. അണ്ണന്റെ അടുത്തും സംസാരിച്ചിട്ട് വന്ന് വൈകുന്നേരമൊക്കെ വരുമ്പോ നല്ല സംസാരിക്കുമായിരുന്നു. എന്നിട്ടാണ് പോയി കിടക്കുകയും ഇതൊക്കെ ചെയ്യണത്. രാവിലെ പോകുമ്പോ പറയൂല, കമ്പനിയിലാണെങ്കിൽ പറയൂല. എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ അണ്ണന്റെ അടുത്ത് പറഞ്ഞിട്ട് പോകും. നമ്മള് മുഖം പോലും കണ്ടില്ല. എന്റെ അമ്മേനെ കാണാൻ പറ്റിയില്ല. കൊച്ചേ